ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിഷരഹിതമായ പച്ചക്കറികൾ ഭക്ഷിക്കേണ്ടതിന്റെയും ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെയും അവ വിപണനം നടത്തേണ്ടതിന്റെയും പ്രാധാന്യം കേരളീയർ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജൈവ പച്ചക്കറികൾ യഥേഷ്ടം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി ഓർഗാനിക് സൂപ്പർ മാർക്കറ്റ് വേങ്ങേരിയിൽ കൃഷിവകുപ്പ് ആരംഭിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സ്പോർട്സ് ആക്ടിലെ പുതിയ ഭേദഗതി അംഗീകരിക്കില്ലെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. 2000-ലെ സ്പോർട്സ് നിയമം അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും ടി പി ദാസൻ. സംസ്ഥാനത്ത് നിർമ്മാണ മേഖല ഒച്ചിനെ പോലെ ഇഴയുകയാണെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് VS തന്നെ വിളിച്ചിട്ടില്ലെന്ന് MP വീരേന്ദ്രകുമാർ. വാർത്തകൾ വിശദമായി. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ തന്നെ വിളിച്ചിട്ടില്ലെന്ന് MP വീരേന്ദ്രകുമാർ. LDF-ന് വോട്ട് ചെയ്യണമെന്ന് VS ആവശ്യപ്പെട്ടിട്ടില്ല. JDU-വിലെ ആരുമായും VS ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് UDF-ന് ആണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. VS അച്യുതാനന്ദൻ ഞാനുമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഫോണിൽ വേറൊരു കാര്യം സംസാരിച്ചൊന്നുമല്ലാതെ അടുത്ത കാലത്തൊന്നും ഒരു സംഭാഷണം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഫോണിൽ ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ രാജ്യസഭയിലെ വോട്ടിങ്ങിനെ സംബന്ധിച്ച് ഒരാളും എന്നോട് സംസാരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് നിർമ്മാണ മേഖല ഒച്ചിനെ പോലെ ഇഴയുകയാണെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി. നിർമ്മാണ രംഗത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITC കളക്ടറേറ്റേക്ക് മാർച്ചും ധർണയും നടത്തി. സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ രംഗത്തെ സ്തംഭനാവസ്ഥ പരിഹരിക്കുക, ക്ഷേമ ബോർഡ് വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുക, അംഗതൊഴിലാളികൾക്ക് ഭവന നിർമ്മാണ പദ്ധതി ഏർപ്പെടുത്തുക, പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുക, അപേക്ഷിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുക, നിർമ്മാണ വസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളികൾ AITC-യുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച ധർണ കലക്ടറേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി ധർണ ഉദ്ഘാടനം ചെയ്തു. നഗരങ്ങളിൽ വൻതോതിലുള്ള കെട്ടിടങ്ങൾ നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമപ്രദേശങ്ങളിൽ വീട് നിർമ്മാണവും മറ്റ് കടകളുടെ നിർമ്മാണം, വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം, ആ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒച്ചിന്റെ വേഗതയിലാണ്. ഒച്ചിന്റെ വേഗത എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിക്കാവശ്യമായ മണ്ണില്ല, അല്ലെങ്കിൽ സിമെന്റ് ഇല്ല. ഉള്ള സിമെന്റിനാണെങ്കിൽ തന്നെ വലിയ തോതിലുള്ള വിലക്കയറ്റം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITC ജനറൽ സെക്രട്ടറി C സുന്ദരൻ സ്വാഗതം പറഞ്ഞു. K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. KG പങ്കജാക്ഷൻ, ചൂലൂർ നാരായണൻ, PK നാസർ, P സുരേഷ് ബാബു, അബ്ബാസ് മേലാത്ത്, T ചായിച്ചൻ, P ഭാസ്കരൻ, K സന്തോഷ്, KC ലീല തുടങ്ങിയവർ സംസാരിച്ചു. 2000-ലെ സ്പോർട്സ് ആക്ടിനെ അട്ടിമറിച്ചുകൊണ്ട് നോമിനേറ്റഡ് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്ന പുതിയ ബില്ലിനെ എതിർക്കുമെന്ന് മുൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി പി ദാസൻ. സ്പോർട്സ് കൌൺസിൽ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താതെ ആരെയും നാമനിർദ്ദേശത്തിലൂടെ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള തീരുമാനത്തെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2000 സ്പോർട്സ് ആക്ട് പ്രകാരമാണ് സംസ്ഥാന ജില്ലാ സ്പോർട്സ് ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും. എന്നാൽ ഈ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് പുതിയ ഓർഡിനൻസ് ഇറങ്ങാൻ പോകുന്നത്. ഇത് പ്രകാരം സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതിയിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യാം. കേരളത്തിലെ ഇലക്ടഡ് സ്പോർട്സ് കൌൺസിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 2014 കാലാവധി കഴിഞ്ഞ കൌൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നടത്തിയില്ല. ഇപ്പോൾ നോമിനേറ്റഡ് ഭരണസമിതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് TP ദാസൻ പറഞ്ഞു. അതിന്റെ ഭേദഗതി നിയമസഭയിൽ തന്നെ വരണം. പക്ഷേ നിയമത്തിന്റെ സങ്കുചിതമായ കാര്യങ്ങൾ വെച്ച് ഓർഡിനൻസ് ആയിട്ടും കൊണ്ടുവരാം. നിയമപരമായി തെറ്റില്ല. പക്ഷെ അതുപോലെ ഓർഡിനൻസ് ആയി വരികയാണ്. പക്ഷെ ഇത് ഭേദഗതിയല്ല വരാൻ പോകുന്നത്. കംപ്ലീറ്റ് 2000 സ്പോർട്സ് ആക്ടിനെ അട്ടിമറിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്പോർട്സ് അസോസിയേഷനും ഇതിനെ എതിർക്കും. ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്കായി എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ യോഗം ചേരുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വേങ്ങേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ ഓർഗാനിക് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി. കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ K. രഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സഹകരണ കാർഷികോൽപാദന സംസ്കരണ വിപണന സംഘമാണ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. വിഷമയമില്ലാത്ത പച്ചക്കറികളുടെ ആവശ്യകതയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണെന്നും ഇതിനായുള്ള പരിശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞതായും കൃഷി ഓഫീസർ പറഞ്ഞു. താലൂക്ക് സഹകരണ കാർഷികോൽപാദന സംസ്കരണ വിപണന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വേങ്ങേരി നഗര കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ ഓർഗാനിക് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ K. രഞ്ജിനി നിർവഹിച്ചു. ആശ്രയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കർഷകർക്കും നമ്മുടെ ജനങ്ങൾക്കും അറിയാം അതിന്റെ വ്യത്യാസം. ഈ വർഷം തന്നെ ശരിക്കും കോഴിക്കോട് ജില്ലയില് പല ഭാഗത്തായിട്ട് റെസിഡൻസ് അസോസിയേഷനും കർഷകരുടെ കൂട്ടായ്മയും ക്ലസ്റ്ററും വെജിറ്റബിൾസ് എല്ലാവരും എല്ലാവിധത്തിലുള്ള നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും അവർ ആദ്യ വിൽപ്പന മലബാർ ദേവസ്വം ബോർഡ് മരാമത്ത് ചെയർമാൻ അംഗത്തിൽ അജയ്കുമാർ നിർവഹിച്ചു. അഗ്രികോ സെക്രട്ടറി സൂര്യ R. നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് K. ചന്ദ്രഹാസൻ അധ്യക്ഷം വഹിച്ച് സംസാരിച്ചു. അഗ്രികോ ഡയറക്ടർ P. കിഷൻചന്ദ്, കൌൺസിലർമാരായ KC ശോഭിത, K. മുഹമ്മദ് അലി, വേങ്ങേരി കാർഷിക മൊത്ത വ്യാപാര വിപണന കേന്ദ്രം സെക്രട്ടറി PK മുഹമ്മദ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ K. രാജഗോപാൽ, സിറ്റി വനിതാ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് E. പ്രഭിത, യൂണിറ്റ് ഇൻസ്പെക്ടർ രത്നവല്ലി, അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ N. ഷെറിൽ ബാബു, നിറവ് പ്രസിഡന്റ് N. സത്യനാഥൻ, സംഘമൈത്രി ചെയർമാൻ K. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 22-ന് കളക്ടറേറ്റ് ഉപരോധ സമരം നടത്തും. KM മാണി രാജിവെക്കുക, സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം നടത്തുക. കോഴിക്കോട് ജില്ലയിൽ 50,000-ഓളം വോളണ്ടിയർമാർ രാവിലെ 6 മണി മുതൽ കളക്ടറേറ്റ് ഉപരോധിക്കും. സമരം 10 മണിക്ക് LDF നേതാവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 6 മണിക്ക് തന്നെ കോഴിക്കോട് നോർത്ത്, സൌത്ത് മണ്ഡലങ്ങളിലെ സമര വോളണ്ടിയർമാർ ജില്ലാ കളക്ടറേറ്റിലെ 3 ഗേറ്റുകളും ഉപരോധിക്കുന്നതാണ്. ബാക്കി വരുന്ന 11 നിയോജകമണ്ഡലത്തിലെ സമര വോളണ്ടിയർമാർ 9 മണിയോടുകൂടി കളക്ടറേറ്റ് വളഞ്ഞ് അന്ന് യാതൊരു കാരണവശാലും പ്രവർത്തിപ്പിക്കാൻ അനുവാദ രൂപത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ജില്ലയിൽ നിന്ന് 1,00,000-ഓളം വരുന്ന സമര വോളണ്ടിയർമാർ അന്ന് കളക്ടറേറ്റിന് മുമ്പുണ്ടാകുന്ന സമരത്തിൽ പങ്കെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാന കമ്മിറ്റി ഏപ്രിൽ 22-ന് കളക്ടറേറ്റ് ഉപരോധ സമരം നടത്തും. KM മാണി രാജിവെക്കുക, സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 50,000 സമര വോളണ്ടിയർമാർ രാവിലെ 6 മുതൽ കളക്ടറേറ്റ് ഉപരോധിക്കും. കളക്ടറേറ്റ് സമരം രാവിലെ 10 മണിക്ക് LDF നേതാവും CPIM സംസ്ഥാന സെക്രട്ടറി അംഗവുമായ എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ്
ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി അംല ജ്യൂസ്. നിവി അംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കുന്ന നൂഹയുടെ പേടകം ഇതാ പുനരവതരിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ ഹാഫ് ബേക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പുഷ്പമേള. വിദേശീന മത്സ്യങ്ങൾ, കിളികൾ, പ്രാവുകൾ, കോഴികൾ, നായകൾ തുടങ്ങി എല്ലാവിധ ഓമന വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും. വ്യത്യസ്തങ്ങളായ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിംഗ് മാമാങ്കം. ഒപ്പം രുചിപ്പൂരമൊരുക്കി ഫുഡ് ഫെസ്റ്റിവലും. രാവിലെ 11 മണി മുതൽ 8:30 വരെ. ഫ്ലാഷ്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന 2 ദിവസത്തെ ഉപവാസ സമരത്തിന് തുടക്കമായി. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്താണ് ഉപവാസം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, 30,500 തസ്തികകൾ നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയവ ഉന്നയിച്ചായിരുന്നു സമരം. അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന 2 ദിവസത്തെ സമരത്തിന് തുടക്കമായി. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്താണ് ഉപവാസം. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും ഘടക സംഘടനകളുടെയും 13 നേതാക്കളാണ് ഉപവസിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല ഉദ്ഘാടനം ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും. ആ സാഹചര്യമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ജീവനക്കാരുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമരസമിതി ചെയർമാൻ കെ രജിത് കുമാർ അധ്യക്ഷനായിരുന്നു. FSCTO ജില്ലാ സെക്രട്ടറി M മുരളീധരൻ സ്വാഗതം പറഞ്ഞു. 5 വർഷത്തൊത്തും ഉറപ്പാക്കി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക, 30,500 തസ്തികകൾ നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, 1/4/2013 ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്കും നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതി ബാധകമാക്കുക, അധ്യാപകരുടെ ജോലിസ്ഥിരത ഉറപ്പുവരുത്തുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഉപവാസം ചൊവ്വാഴ്ച വൈകിട്ട് അവസാനിക്കും. കോഴിക്കോട്ടെ കാലാവസ്ഥാ നീതി വീക്ഷണങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. എരഞ്ഞിപ്പാലം നവജ്യോതി റിന്യൂവൽ സെന്ററിലാണ് ശില്പശാല നടക്കുന്നത്. കാലാവസ്ഥാ നീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടും. കോഴിക്കോട് കബനി ദി അതർ ഡയറക്ഷനും ബംഗളൂരു പീപ്പിൾ ട്രീയും സംയുക്തമായാണ് കാലാവസ്ഥാ നീതി വീക്ഷണങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാലയുടെ ഉദ്ഘാടനമാണ് എരഞ്ഞിപ്പാലം നവജ്യോതി റിന്യൂവൽ സെന്ററിൽ നടന്നത്. കാലാവസ്ഥാ നീതിയുമായി ബന്ധപ്പെട്ട ഉപവിഷയങ്ങളാണ് ശില്പശാലയിൽ ചർച്ച ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനം ശാസ്ത്രീയ അടിത്തറ, നയരൂപീകരണവും ചരിത്ര വിശകലനവും, കാലാവസ്ഥാ നീതി വസ്തുതകളും വെല്ലുവിളികളും, കാലാവസ്ഥാ വ്യതിയാനം ഒരു മാധ്യമ വിശകലനം, വിവിധ മേഖലകളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളും കാലാവസ്ഥാ നീതിയുടെ പ്രസക്തിയും, കാർഷിക മേഖല, തീരം, കടൽ, മത്സ്യബന്ധനം, ആരോഗ്യമേഖല, ടൂറിസം മേഖല, കാലാവസ്ഥാ വ്യതിയാനവും ലിംഗനീതിയും എന്നീ വിവിധ വിഷയങ്ങളാണ് ശില്പശാലയിൽ ചർച്ച ചെയ്തത്. കബനി ഭാരവാഹി സുമേഷ് മംഗലശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. IIRS മുൻ ഡയറക്ടർ ഡോക്ടർ YR ശർമ്മ, OMG ജോൺ, കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ പ്രഭാകരൻ പാലേരി, ഡോക്ടർ ജൂലി, ബാംഗ്ലൂർ റിസർച്ചർ ഉല്ലാഷ് കുമാർ, മലയാളം സർവകലാശാല മാധ്യമ പഠന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലാൽമോഹൻ, മാർത്തോമ കോളേജ് പ്രൊഫസർ ഡോക്ടർ പ്രസാദ്, CWRDM ഉദ്യോഗസ്ഥ ഡോക്ടർ കമലം ജോസഫ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. ചൊവ്വാഴ്ചയാണ് ശില്പശാല സമാപിക്കുക. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ നടത്തി. അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക സർക്കാരുകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം TP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക സർക്കാരുകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു.
NGO യൂണിയൻ ഹാളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം TP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യവും ഇതേ രൂപത്തിൽ തന്നെയാണ്. ശക്തിപ്പെട്ടുമാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനം ഇനി എത്രമാത്രം ഇന്നത്തെ തലത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള തള്ളുണ്ടാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരുമെന്ന് സ്ഥിതിക്കുന്നു. KGOA ജനറൽ സെക്രട്ടറി K. ശിവകുമാർ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ A. സുധാകരൻ അധ്യക്ഷനായി. TK ഗോവിന്ദൻ, K. പത്മരാജൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TP സുധാകരൻ സ്വാഗതവും KM പവിത്രൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ തിങ്കളാഴ്ച പകൽ 10:30 സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്തു. മിഡ് ബ്രെയിൻ കോഴ്സ് പരിശീലനത്തിലൂടെ കണ്ണുകെട്ടി വായിക്കാൻ സാധിക്കുമെന്ന അവകാശവാദത്തെ വെല്ലുവിളിച്ച് കണ്ണുകെട്ടി വായനയുടെ ശാസ്ത്രീയ സാധ്യത പരിശോധിക്കൽ സംഘടിപ്പിച്ചു. യുക്തിയുഗം മാസികയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഘടിപ്പിച്ചത്. മിഡ് ബ്രെയിൻ കോഴ്സ് പരിശീലനത്തിലൂടെ കണ്ണുകെട്ടി വായിക്കാൻ സാധിക്കുമെന്ന അവകാശവാദത്തെ വെല്ലുവിളിച്ച് കണ്ണുകെട്ടി വായനയുടെ ശാസ്ത്രീയ സാധുത പരിശോധിക്കൽ സംഘടിപ്പിച്ചു. യുക്തിയുഗം മാസികയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. കൊല്ലത്തെ ഇൻജീനിയം ഇന്ത്യ എന്ന സ്ഥാപന ഉടമ വിനോദ് സുരേന്ദ്രൻ കണ്ണുകെട്ടി വായിക്കാം എന്ന വെല്ലുവിളി സ്വീകരിച്ചതിനെ തുടർന്നാണ് പരിപാടി നടത്തിയതെങ്കിലും ഇയാൾ അവസാന നിമിഷം പിന്മാറിയതായി യുക്തിയുഗം എഡിറ്റർ ഡോക്ടർ C. വിശ്വനാഥൻ പറഞ്ഞു. ഏത് സാധാരണക്കാരനും ചെയ്യാൻ സാധിക്കുന്നതാണ് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് വിശ്വനാഥൻ പറഞ്ഞു. ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കണ്ണുകെട്ടി വായിക്കാനും നിറങ്ങൾ തിരിച്ചറിയാനും കറൻസി നോട്ടുകൾ മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് കോഴ്സ് നടത്തുന്നവരുടെ അവകാശവാദം. എന്നാൽ കുട്ടികൾക്ക് ഇതിന് സാധിക്കുന്നത് കണ്ണിൽ കറുത്ത തുണി കെട്ടുമ്പോൾ മൂക്കിനോട് ചേർന്നുണ്ടാകുന്ന ചെറിയ വിടവിലൂടെയാണെന്ന് വിശ്വനാഥൻ പറഞ്ഞു. രംഗം ശാന്തം. സൗഭാഗ്യവതികൾ ഖദീജ ബീവി, സൗദാമിനി ദേവി, രാജല എന്നിവരുമായി യു കലാനാഥൻ, പ്രൊഫസർ NA ഹമീദ്, PP സുശീൽ കുമാർ, സോമറാവു, ഡോക്ടർ CV വിശ്വനാഥൻ എന്നിവരും പ്രസംഗിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബോബി ആൻഡ് മറഡോണ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗിന്റെ ലോഗോ ഇന്ത്യൻ ബാഡ്മിന്റൺ കോച്ച് ഗോപിചന്ദ് ഇന്ത്യൻ ബാഡ്മിന്റൺ താരം V. ദിജുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബോമി ആൻഡ് മറഡോണ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗിന്റെ ലോഗോ ഇന്ത്യൻ ബാഡ്മിന്റൺ കോച്ച് പുലേലെ ഗോപിചന്ദ് ഇന്ത്യൻ താരം V. ദിജുവിന് നൽകി പ്രകാശനം ചെയ്തു. മെയ് 15 മുതൽ 3 ദിവസം കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത്, ബാഡ്മിന്റൺ അസോസിയേഷൻ ഭാരവാഹികളായ K. മുസമ്മിൽ, P. മുരളീധരൻ, P. വത്സൻ, ഇന്ത്യൻ കോച്ച് A. നാസർ, ഇജാസ് P. ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ആർട്ടിസ്റ്റ് ഫസൽ കക്കോവാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. Artistry Branded Jewelry Show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാഗവത സപ്താഹ യജ്ഞം 26-ന് സമാപിക്കും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞം ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
യജ്ഞാചാര്യൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ പാരായണം നടത്തി. ആചാര്യവരണവും ഗ്രന്ഥസമർപ്പണവും മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു. അനിരുദ്ധൻ എഴുത്തുപള്ളി, KV അരുൺകുമാർ, സുന്ദർദാസ് പറോളി, സുരേഷ് ബാബു എടക്കോത്ത്, അനിൽകുമാർ കേലാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഭാഗവത സപ്താഹ യജ്ഞം 26 സമാപിക്കും. വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ വാർഷിക ആഘോഷവും കുടുംബസംഗമവും നടത്തി. വിവിധയിനം കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. ബേപ്പൂർ നോർത്ത് ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ 5ാം വാർഷികം പള്ളത്തുകാവിന് സമീപം തട്ടാൻതൊടിയിൽ വെച്ച് നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ P. ജലജ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ T. സജീവൻ, ബേപ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ AP. ജയകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. MP. ഗോപിനാഥ് പ്രഭാഷണം നടത്തി. ശിവപുരി അങ്കണവാടിയിലെ പ്രതിഭകൾ കലാപരിപാടികളും റെസിഡൻസ് അംഗങ്ങൾ നൃത്തം, നാടൻപാട്ട്, ഒപ്പന, ഗാനമേള എന്നീ കലാപരിപാടികളും അവതരിപ്പിച്ചു. ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പത്മനാഭൻ പള്ളത്ത്, സെക്രട്ടറി അന്നങ്ങാട്ട് കാർത്തികേയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാക്കേരിക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ KK സൈഫുന്നിസ ഉദ്ഘാടനം ചെയ്തു. ചാക്കേരിക്കാട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് K. വേലായുധൻ അധ്യക്ഷനായിരുന്നു. ജോയിന്റ് സെക്രട്ടറി M. ബഷീർ അഹമ്മദ് സ്വാഗതം പറഞ്ഞു. ബേപ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സാലി മേച്ചേരി റെസിഡൻസ് അസോസിയേഷന്റെ ആർച്ച് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ AT. അബ്ദുൾ ജലീൽ അനുശോചന പ്രമേയവും സെക്രട്ടറി MK മുഹമ്മദ് കാസിം റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കളായ PP ബീരാൻകോയ, CPIM, P. മാധവദാസ്, കോൺഗ്രസ് I, KP മൻസൂർ, BJP മണ്ഡലം സെക്രട്ടറി K. സ്മിജിത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. ചാക്കേരിക്കാട് റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് K. ശിവൻ നന്ദി പറഞ്ഞു. മീഞ്ചന്ത വെസ്റ്റ് വട്ടക്കിണർ തേജസ് അയൽപ്പക്ക വേദിയുടെ വാർഷികാഘോഷം ചെമ്മലശ്ശേരി ക്ഷേത്രത്തിന് സമീപം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തേജസ് അയൽപ്പക്കവേദി ചെയർമാൻ PN ഉമ്മർ കോയ അധ്യക്ഷനായിരുന്നു. കൺവീനർ N. സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി ഡ്രോയിംഗ് മത്സരവും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി മാരത്തോൺ ഓട്ടം, കമ്പവലി മത്സരം, ലെമൺ സ്പൂൺ, ഓർമ്മ പരിശോധന, മ്യൂസിക് ചെയർ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം തിരുവാതിരക്കളി, ഭരതനാട്യം, മോണോ ആക്ട്, മിമിക്രി, നാടോടി നൃത്തം, ഒപ്പന, നാടൻ പാട്ടുകൾ, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ മുസാഫർ അഹമ്മദ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പ്രണബ് C, സുനിൽകുമാർ T, VPM കോയ, വിനോദ് C, മേലടി നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സിദ്ധാസാഗർ നന്ദി പറഞ്ഞു. നടുവട്ടം ആശീർവാദ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ 3ാം വാർഷിക ആഘോഷവും കുടുംബസംഗമവും ഉപ്പിനകം പറമ്പ് വേദിയിൽ നടന്നു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ആശീർവാദ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് K. സോമൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ പ്രസീജ മുഖ്യാതിഥിയായിരുന്നു. ആശീർവാദ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി V. അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. റിയൽ വോയ്സ് കാലിക്കറ്റിന്റെ ഗാനമേളയും കലാപരിപാടികളും അവതരിപ്പിച്ചു. ആശീർവാദ് റെസിഡൻസ് അസോസിയേഷൻ K. അവനീന്ദ്രൻ, കൺവീനർ K. രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശീർവാദ് റെസിഡൻസ് മുൻ പ്രസിഡന്റ് ബ്രിജേഷ്, വൈസ് പ്രസിഡന്റ് CV കോയാട്ടി, വനിതാ വിഭാഗം പ്രസിഡന്റ് സജിത്ര, നൌഷീന, രമേശൻ, സുജിത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ബേപ്പൂർ BC റോഡ് പരിവർത്തന റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ P. ജലജ ഉദ്ഘാടനം നിർവഹിച്ചു. പരിവർത്തന റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് K. രമേശൻ അധ്യക്ഷത വഹിച്ചു. അഭിനേതാവ് ഇല്ലിക്കെട്ട് നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. ബേപ്പൂർ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ സാലി മേച്ചേരി, ലയൺസ് ക്ലബ് ചെയർമാൻ A. ഗോപൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. പരിവർത്തന റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സംദീപ് K. സ്വാഗതവും ശ്രീജിത്ത് KP നന്ദിയും പറഞ്ഞു. നടുവട്ടം ജനമിത്ര റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ആഘോഷിച്ചു. ട്രാഫിക് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം ജനമിത്ര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AV ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മാറാട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെയും സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം നേടിയ കുട്ടികളെയും അഭിനന്ദിച്ചു. ജനമിത്ര റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി രമേശ് നമ്പ്യത്ത് ആശംസകൾ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കൊളത്തൂർ അദ്വൈതാശ്രമം ആരംഭിക്കുന്ന അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ പ്രകാശന കർമ്മം ശങ്കര ജയന്തി ദിനത്തിൽ
ഏപ്രിൽ 23 വൈകിട്ട് 5:30 മണിക്ക് കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഡോക്ടർ കെ മാധവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് IAS നിർവഹിക്കും. മാസികയുടെ പ്രകാശന കർമ്മം സാഹിത്യകാരി പി വത്സല പ്രൊഫസർ ഡോക്ടർ പ്രിയദർശൻ ലാലിനു നൽകിക്കൊണ്ട് നിർവഹിക്കും. ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനയായ സക്ഷമയുടെ ആഭിമുഖ്യത്തിൽ ഭക്തകവി സൂർദാസിന്റെ ജന്മദിനത്തിൽ ഭക്ത സൂർദാസ് ജയന്തി സംഗീതോത്സവം നടത്തും. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലെ സരസ്വതി കലാകുഞ്ചിൽ ഏപ്രിൽ 23 പഞ്ചരക്ത കീർത്തനാലാപനം, സാംസ്കാരിക സമ്മേളനം, സൂർദാസ് അനുസ്മരണം, വൈഭവശാലികളെ ആദരിക്കൽ, സ്മാർട്ട് വൈറ്റ് കെയിൻ വിതരണം എന്നീ പരിപാടികളോടെയാണ് സംഗീതോത്സവം നടത്തുക. സാംസ്കാരിക സമ്മേളനം കവിയും പൂന്താനം പുരസ്കാര ജേതാവുമായ PP ശ്രീധരനുണ്ണി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ അവധിക്കാല കൂട്ടായ്മയ്ക്ക് പൂക്കാട് കലാലയത്തിൽ ഏപ്രിൽ 23 തിരിതെളിയും. മാണിക്യ വർഷാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന 3ാമത് കളിയാട്ടം കുട്ടികളുടെ മാമ്പഴക്കാല മഹോത്സവം കുട്ടികളുടെ നാടകരംഗത്തെ അതികായൻ പ്രൊഫസർ S രാമാനുജം ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 22 സംഗീതാചാര്യൻ മലബാർ സുകുമാരൻ ഭാഗവതർ അനുസ്മരണവും നടത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈമെൻസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് നോർത്ത് മെയ് 3 ഞായറാഴ്ച കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഓൾ കേരള ഓപ്പൺ ഡബിൾസ് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. 25,000 രൂപ ഒന്നാം സമ്മാനവും 10,000 രൂപ രണ്ടാം സമ്മാനവും 5,000 രൂപ മൂന്നാം സമ്മാനവും പ്രൈസ് മണിയുള്ള ടൂർണമെന്റിലേക്ക് ഏപ്രിൽ 28 വരെ രജിസ്റ്റർ ചെയ്യുന്ന 64 ടീമുകൾക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9895305050 എന്ന നമ്പറിലോ YMC calicut@gmail.com എന്ന മെയിലിലോ ബന്ധപ്പെടണം. പത്രദൃശ്യ മാധ്യമങ്ങളിലെ തെറ്റായ വാർത്തകൾ മൂലം പഴങ്ങളുടെ വ്യാപാര മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ഓൾ കേരള ഫ്രൂട്ട്സ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു പഴവർഗ്ഗങ്ങളും കേരളത്തിലെ വിപണികളിൽ വിപണനം നടത്തുകയില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പോർട്സ് ആക്ടിലെ പുതിയ ഭേദഗതി അംഗീകരിക്കില്ലെന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ. 2000-ലെ സ്പോർട്സ് നിയമം അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും TP ദാസൻ. സംസ്ഥാനത്ത് നിർമ്മാണ മേഖല ഒച്ചിനെ പോലെ ഇഴയുകയാണെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് VS തന്നെ വിളിച്ചിട്ടില്ലെന്ന് MP വീരേന്ദ്രകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, Malabar Gold and Diamonds. Celebrate the beauty of life.